വരുന്ന തിരക്ക്, ഉയർന്ന സ്ഥലവില, ഭൂമിയുടെ ലഭ്യതക്കുറവ്, ഇങ്ങനെ നാനാവിധമായ കാരണങ്ങളാൽ ലഭ്യമായ സ്ഥലത്തിന് പല കുറവുകളുണ്ടെങ്കിലും പോരായ്മകളുണ്ടെങ്കിലും അവിടെ വീട് വയ്ക്കുവാൻ ആളുകൾ ഇന്ന് നിർബന്ധിതരാവുകയാണ്. ഇന്നത്തെ ഈ വീടിന് പിന്നിലും അത്തരമൊരു കഥയുണ്ട്. കോഴിക്കോട് ജില്ലയിലെ ഫറോക്കിലാണ് ഈ വീട്. ഏതാണ്ട് 10 സെൻറ്റ് സ്ഥലമുണ്ട്. 10 സെൻറ്റ് സ്ഥലം എന്ന് പറയുന്നത് ഒരു വീട് വയ്ക്കാൻ ധാരാളമാണല്ലേ. ഇവിടെ 10 സെൻറ്റ് ഭൂമിയുണ്ടെങ്കിലും പ്ലോട്ടിന് തീരെ വീതി കുറവായിരുന്നു. പോരാത്തതിന് ഈ പ്ലോട്ടിനെ ചുറ്റിവളഞ്ഞ് ഏതാണ്ട് യു ഷേപ്പിൽ കടന്നു പോകുന്നൊരു റോഡുമുണ്ട്. പ്ലോട്ടിൻ്റെ ഒരു ഭാഗത്ത് സാമാന്യം നല്ല ഉയരമുള്ള വലിയൊരു റീറ്റെയിനിങ് വാളും. ഒരിക്കലും ഒരു വീട് പണിക്ക് സ്കോപ്പില്ല എന്നുള്ള ചിന്തയിൽ ഒരുപാട് കാലം മാറ്റി നിർത്തിയിരുന്നൊരു പ്ലോട്ട് കൂടിയാണിത്. പലപ്പോഴും വീട് വയ്ക്കാൻ തിരഞ്ഞെടുക്കുന്ന പ്ലോട്ടിന് സാധ്യതകളേക്കാൾ കൂടുതൽ പരിമിതികളാവും ഉണ്ടാവുക. ഒരാൾക്ക് വീട് വയ്ക്കാൻ 1 സെൻറ്റ് ഭൂമി മാത്രമേ ഉള്ളൂവെങ്കിൽ ആ 1 സെൻറ്റിൽ ഒരു കുടുംബത്തിൻ്റെ ആവശ്യങ്ങളെ നിറവേറ്റുന്ന ഒരു പാർപ്പിടം തീർക്കുവാൻ കഴിയണം. അവിടെയാണ് സാങ്കേതികവിദ്യയുടെ വിജയം. അവിടെയാണ് ആർക്കിടെക്ചർ ഡിസൈനിങ്ങിൻ്റെ മികവ്. കുറവുകളെല്ലാം നിറവുകളാക്കി പരിമിതിയെ അതിജീവിച്ച് ലഭ്യമായ സ്ഥലത്തിൻ്റെ സാധ്യതകളെ മുഴുവനും കണ്ടറിഞ്ഞ് പ്രയോജനപ്പെടുത്തിയാണ് സുബീഷിൻ്റെയും നയനയുടെയും ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. പ്ലോട്ടിൻ്റെ പ്രത്യേകത മൂലം ഹോം ഓൺ എ ലൈൻ എന്നാണ് ഈ പ്രോജക്റ്റിനെ വിശേഷിപ്പിക്കുന്നത്. ഈ പ്ലോട്ടിൻ്റെ നേരെ പിറകിലുള്ളത് സുബീഷിൻ്റെ കുടുംബ വീട് തന്നെയാണ്. തൊട്ടടുത്തൊക്കെ മറ്റ് വീടുകളുമുണ്ട്. ഈ ഗൃഹനിർമ്മാണത്തിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കുമ്പോൾ ഏറ്റവും അനാകർഷകമായി കണ്ടിരുന്ന അല്ലെങ്കിൽ ഏറ്റവും അനാകർഷകമായി കിടന്നിരുന്ന ആ വലിയ റീറ്റെയിലിംഗ് വാളിനെ പൊളിച്ചു കളയാതെ പകരം ആ മതിലിനോട് ചേർന്ന് വല്ലികളും ചെടികളും വെച്ച് പിടിപ്പിച്ച് പച്ചപ്പ് നിറച്ചു. അവിടെ ഒരു യാർഡാക്കി മാറ്റി. വീടിൻ്റെ ഈ ഭാഗത്തെ ചുമരുകൾക്ക് മുഴുവനും ഗ്ലാസ് നൽകി ഏറ്റവും വലിയ മൈനസ് പോയിൻ്റായി കണ്ടിരുന്ന ആ റീറ്റെയിലിംഗ് വാളിനെ വീടിനുള്ളിലേക്ക് കാഴ്ചകൾ നിറയ്ക്കുന്ന ഒരു ഫോക്കൽ പോയിൻ്റായി അല്ലെങ്കിൽ ഒരു ഫീച്ചർ വാളാക്കി മാറ്റുകയായിരുന്നു. മതിലിനും വീടിനുമിടയിലുള്ള സ്ഥലത്ത് ബേബി മെറ്റൽ വിരിച്ച് മുറ്റത്ത് നടക്കുവാനുള്ള സൗകര്യവും തീർത്തു. നാച്ചുറൽ ലൈറ്റും ഇലക്ട്രിക് ലൈറ്റുകളും പച്ചപ്പും ബുദ്ധനും ഒക്കെ ചേർന്ന് വീടിനെ ഓരോ സമയത്തും വ്യത്യസ്തമായ ആംബിയൻസ് സമ്മാനിക്കുന്നു. ഏറ്റവും അനാകർഷകമായി കിടന്നിരുന്ന ഒരു സ്ഥലത്തെ ഏറ്റവും ആകർഷകമാക്കി മാറ്റി വീടിനുള്ളിലും പുറമേയും ഒരേപോലെ കാഴ്ചവിരുന്ന് തീർക്കുന്ന ഒരു ഏരിയയാക്കി മാറ്റി എന്നുള്ളതാണ്. ഈ വീടിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ആർക്കിടെക്ട് തന്നെ പറയും. നമ്മുടെ സിറ്റീസ് വളരെ ഡെൻസായി വരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ അതല്ലെങ്കിൽ നല്ലൊരു വീട് വെക്കാൻ സിറ്റികളിൽ, ടൗണുകളിൽ അല്ലെങ്കിൽ അർബൻ സ്പേസസിൽ ലാൻഡ് കിട്ടാതെ വരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ അതല്ലെങ്കിൽ വളരെ പ്രൈസി ആയ ഒരു ലാൻഡ് സിറ്റുവേഷനുള്ളൊരു ടൈമിൽ ഒരുപാട് ചലഞ്ചസ് ഡിമാൻഡ് ചെയ്യുന്ന അതല്ലെങ്കിൽ വളരെ ഹോട്ട് ഷേപ്പായ വളരെ ചെറിയ സൈറ്റ്സിലൊക്കെ അർബൻ ഇൻഫിൽ സ്പേസസ് എന്ന് ഞങ്ങൾ പറയും. ഈ രീതിയിലുള്ള പോക്കറ്റ്സിൽ പ്രോജക്ട്സ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് വരാറുണ്ട്. പലപ്പോഴും ഇങ്ങനത്തെ പ്ലോട്ടുകളിൽ വീടുകൾ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു പ്രോസസ്സ് ആണെങ്കിലും നമ്മുടെ സ്റ്റുഡിയോയിലൂടെ ഈ രീതിയിലുള്ള ഒരു പ്രൊജക്റ്റ് നമ്മൾ വാർത്തെടുക്കുന്ന ആ ഒരു പ്രോസസ്സ് വളരെ റിഫ്രഷിങ്ങും എൻറിച്ചിങ്ങും ആവാറുണ്ട്. ഈവൻ എഡ്യൂക്കേറ്റീവ് ഓൾസോ. സോ അത്തരത്തിലുള്ള ഒരു പ്രൊജക്റ്റിനെ പരിചയപ്പെടുത്തുകയാണ് ഇന്ന്. ഈ വീടിനെ ഞാൻ പേരിട്ട് വിളിക്കാൻ ആഗ്രഹിക്കുന്നത് ഹോം ഓൺ എ ലൈൻ എന്നാണ്. പേര് സജസ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഇത് വളരെ വീതി കുറഞ്ഞ് ലെങ്ത് കൂടിയ ഒരു പ്ലോട്ടിൽ ചെയ്തൊരു വീടാണ്. സോ ഇതിൻ്റെ ഡയമെൻഷൻസിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ പ്ലോട്ടിൻ്റെ ടോട്ടൽ ലെങ്ത് വന്നിട്ടുള്ളത് 29 മീറ്റേഴ്സാണ്. ഇതിൻ്റെ വീതി വന്നിട്ടുള്ളത് 9.4 മീറ്റേഴ്സാണ്. സോ ഫ്രണ്ടിലുള്ള സെറ്റ് ബാക്ക് 3 മീറ്ററും ബാക്ക് സൈഡിലുള്ള മാൻഡേറ്ററി സെറ്റ് ബാക്ക്, റിയർ സെറ്റ് ബാക്ക് 1.5 മീറ്ററും ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എഫക്റ്റീവ്ലി ഈ വീട് ചെയ്യാൻ വേണ്ടി കിട്ടുന്ന ഒരു വിഡ്ത്ത് എന്ന് പറയുന്നത് 4.4 മീറ്റേഴ്സാണ്. അതായത് റഫ്ലി ഒരു ബെഡ്റൂമിൻ്റെ സൈസ് ആണ് ഈ വീടിൻ്റെ ആകെ വീതി എന്നുള്ളത്. സോ ദിസ് വാസ് വൺ ഓഫ് ദ ചലഞ്ച്. ആൻഡ് അനദർ ചലഞ്ച് വാസ് ലൈക്ക് ഈ വീടിൻ്റെ റിയർ സെറ്റ് ബാക്കിന് അതായത് ബാക്ക് കോമ്പൗണ്ട് വാൾ എന്ന് പറയുന്നത് ഏകദേശം ഒരു 3 നില കെട്ടിടത്തിൻ്റെ ഹൈറ്റ് വരുന്ന ഒരു റീറ്റെയിനിങ് വാളാണ്. ഈ റീറ്റെയിനിങ് വാൾ വളരെ റോ ആയിട്ട് എക്സ്പോസ്ഡ് കോൺക്രീറ്റിലും കരിങ്കല്ലിലും തീർത്ത ഒരു വാളായിരുന്നു. അപ്പോൾ ക്ലയൻറ്റ് ഈ പ്രൊജക്റ്റ് ഞങ്ങൾക്ക് അല്ലെങ്കിൽ പ്ലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്ന ടൈമിൽ ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഏറ്റവും നെഗറ്റീവായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തന്ന ഒരു എലിമെൻ്റാണ് ഈ റീറ്റെയിനിങ് വാൾ. ബിക്കോസ് നമുക്ക് അവിടെ നിന്ന് ഇതിൻ്റെ ഒരു പ്രസൻസ് കൊണ്ട് നമുക്ക് നാച്ചുറൽ വെന്റിലേഷൻ ലൈറ്റ് ആയാലും വിൻഡ് ആയാലും കിട്ടാനുള്ള ചാൻസസ് വളരെ കുറവാണ്. ഈ റീറ്റെയിനിങ് വാളിൻ്റെ പുറകിലൂടെ ഒരു റോഡാണ്, അതൊരു പ്രൈവറ്റ് റോഡാണ്. അതായത് നമ്മൾ വീടിൻ്റെ ഫ്രണ്ട് വശത്ത് മെയിൻ റോഡ്, ഈ മെയിൻ റോഡ് ചുറ്റി നമ്മുടെ പ്ലോട്ടിനെ ചുറ്റി ബാക്ക് വശത്തൂടെ മുകളിലോട്ടേക്ക് കയറി പോകുന്ന ഒരു റോഡാണ്, ഒരു പ്രൈവറ്റ് വീട്ടിലോട്ടേക്കുള്ള റോഡാണ് ഈ റീറ്റെയിനിങ് വാളിൻ്റെ ഒരു സൈഡായിട്ട് വന്നിട്ടുള്ളത്. ഈ റോഡ്
ലീഡ് ചെയ്യുന്നത് ഇവരുടെ തറവാട്ട് വീട്ടിലേക്ക് തന്നെയാണ്. സോ ഇവർക്ക് ഈ തറവാട് വീടിന് അടുത്ത് തന്നെ ഈ വീട് വേണം എന്നുള്ളൊരു ആവശ്യം കൂടി ഉണ്ടായിരുന്നു. സോ ആസ് എ സ്റ്റുഡിയോ ഞങ്ങളുടെ ഒരു ഡിസൈൻ അപ്രോച്ച് ഏറ്റവും നെഗറ്റീവായിട്ട് കാണുന്ന ഈ ഒരു റീറ്റെയിനിങ് മോളിനെ തന്നെ ഒരു മോസ്റ്റ് വെൽക്കമിങ് അല്ലെങ്കിൽ ഒരു സർപ്രൈസിങ് എലിമെൻ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഞങ്ങൾ ഇമാജിൻ ചെയ്തത് വീടിൻ്റെ എല്ലാ റൂമുകൾ, അതായത് ഈവൻ എല്ലാ ബെഡ്റൂംസിൽ നിന്നും എല്ലാ കോമൺ ഏരിയാസും, ലിവിങ് ഔട്ട്, ഡൈനിങ് അല്ലെങ്കിൽ സിറ്റ് ഔട്ട്, കിച്ചൺ, എല്ലാ റൂമുകളിൽ നിന്നും ഈ പുറകിലേക്കുള്ള റീറ്റെയിനിങ് മോളിലോട്ടേക്ക് ഒരു കാഴ്ച വേണം. ആൻഡ് ഈ റിയർ സെറ്റ് ബാക്ക് ഒരു പ്രൈവറ്റ് ഗാർഡൻ ആയിട്ട് ട്രീറ്റ് ചെയ്യും. ക്ലൈംബേഴ്സ് വർഗ്ഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഹാങ്ങിങ് വർഗ്ഗത്തിൽപ്പെട്ട ഒരുപാട് പ്ലാന്റ്സ്, ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് സ്പീഷീസ് ഓഫ് പ്ലാന്റ്സിനെ കൊണ്ട് ഈ റീറ്റെയിനിങ് വാളിനെ നമ്മളൊരു ഗ്രീൻ വാളാക്കി അല്ലെങ്കിൽ ഗ്രീൻ വെർട്ടിക്കൽ വാളാക്കി കണക്കാക്കുന്നു. സോ ഇതൊരു ബാക്ക്ഡ്രോപ്പ് ആയിട്ട് ആക്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു കോൺസെപ്റ്റ്. സോ വീട് വളരെ ലീനിയർ ആയതുകൊണ്ട് തന്നെ വീടിൻ്റെ ടോട്ടൽ ലെങ്ത്തിൻ്റെ നടുക്ക് എൻട്രി ചെയ്യുകയാണെങ്കിൽ, ലൈക്ക് സിറ്റ് ഔട്ട്, ലിവിങ് ആൻഡ് സ്റ്റെയർ കേസ് എസ്പെഷ്യലി നടുക്ക് വരികയാണെങ്കിൽ വളരെ എളുപ്പമുണ്ട്. നമുക്ക് ഇതിനൊരു LHS ഉണ്ടാവും, ഒരു RHS ഉണ്ടാവും. സോ ഗ്രൗണ്ട് ഫ്ലോറിൽ ഇതിൻ്റെ ലെഫ്റ്റ് ഹാൻഡിൽ ഒരു ബെഡ്റൂം, ഒരു ടോയ്ലറ്റാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ആൻഡ് റൈറ്റ് ഹാൻഡിൽ അഗെയിൻ കിച്ചൺ, ഡൈനിങ് ആൻഡ് വർക്ക് ഏരിയ. സെൻട്രൽ കോറിലാണ് നമ്മുടെ സിറ്റ് ഔട്ട്, ഡൈനിങ് ആൻഡ് സ്റ്റെയർ കേസ് ഉള്ളത്. ഫസ്റ്റ് ഫ്ലോറിലോട്ട് കയറിയാൽ LHS-ലും RHS-ലും ഓരോരോ ബെഡ്റൂമും ടോയ്ലറ്റും വീതം കൊടുത്തിരിക്കുന്നു. ആൻഡ് സെൻട്രൽ ഏരിയയിൽ അഗൈൻ സ്റ്റെയർ കേസിനോട് അറ്റാച്ച്ഡ് ആയിക്കൊണ്ട് ഒരു ചെറിയ സ്റ്റഡി സ്പേസും അതുപോലെ തന്നെ ഒരു അപ്പർ ലിവിംഗ് സ്പേസും പ്ലാൻ ചെയ്തിരിക്കുകയാണ്. സെക്കൻഡ് ഫ്ലോറിൽ ഒരു സ്റ്റെയറും കൂടി മുകളിലോട്ടേക്ക് കയറിയാൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഒരു ഓപ്പൺ അല്ലെങ്കിൽ ഒരു സെമി ഓപ്പൺ ടെറസ് ആണുള്ളത്. ഇതിൻ്റെ ഓണർ മിസ്റ്റർ സുബീഷിന് സ്കൈ വാച്ചിങ് ഒരു ഹോബിയാണ്. സോ ഹി ഗോട്ട് കപ്പിൾ ഓഫ് ടെലസ്കോപ്സ് ടു ഇൻസ്റ്റാൾ ആൻഡ് ട്യൂൺ അപ്പ്. സോ അത് എല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫെസിലിറ്റിയാണ് റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുള്ളത്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഇതുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ട് തന്നെയുള്ള ലൈബ്രറി ആൻഡ് ദ മ്യൂസിക് റൂം ഫോർ ദ വൈഫ്. സോ ഈ രീതിയിലാണ് ഇതിന്റെ ഒരു പ്ലാനിങ് ചെയ്തിരിക്കുന്നത്. പ്രൊജക്ടിന്റെ തുടക്കത്തിൽ ഈ സൈറ്റ് കാണിച്ചുകൊണ്ട് ഒരു വീട് ഇവിടെ പോസിബിൾ ആവുമോ എന്നുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡൗട്ട് ആയിട്ടാണ് ക്ലയന്റ് നമ്മൾ അപ്രോച്ച് ചെയ്തത്. ബട്ട് അവരുടെ റിക്വയർമെന്റ് ആയ 4 ബെഡ്റൂം ഹോം, അതിലിപ്പോൾ 4ാമത്തെ ബെഡ്റൂം ഒരു മൾട്ടിപർപ്പസ് റൂം അല്ലെങ്കിൽ ഒരു ഹോബി റൂം ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അത് നമുക്കിവിടെ അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. കൃത്യമായ പ്ലാനിങ്ങും ഡിസൈനിങ് മികവുമുണ്ടെങ്കിൽ ഏത് പ്ലോട്ടിനും അനന്തമായ സാധ്യതകൾ കണ്ടെത്തുവാൻ ആർക്കിടെക്ചർ ഡിസൈനിങ്ങിനും കഴിയും. പ്ലോട്ടിൻ്റെ ഷേപ്പ്, കുറവുകൾ, പരിമിതി ഇതൊന്നും വീട് നിർമ്മാണത്തിന് ഒരു തടസ്സമേയല്ല എന്നാണ് ഹോം ഓൺ എ ലൈൻ എന്ന ഈ വീട് തെളിയിക്കുന്നത്.